Sn എന്ന് വെച്ചാൽ സെറ്റ് 1 2 3 എക്സെട്ര 1 2 3 എക്സെട്ര n എന്ന സെറ്റിന്റെ പെർമ്യൂട്ടേഷൻസിന്റെ മൊത്തം കളക്ഷൻ ആണ് Sn. അപ്പോൾ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഈസ് n ഫാക്ടോറിയൽ. Snൽ n ഫാക്ടോറിയൽ എലമെന്റ്സ് ഉണ്ട്. Snലെ പെർമ്യൂട്ടേഷൻസ് ഓരോ പെർമ്യൂട്ടേഷനും ഒന്നുകിൽ ഓഡ് ആയിരിക്കും അല്ലെങ്കിൽ ഈവൻ ആയിരിക്കും. അപ്പോ നേർപകുതി ഓടും ബാക്കി പകുതി ഈവൻ പെർമ്യൂട്ടേഷനുമാണ്. ഓഡ് പെർമ്യൂട്ടേഷൻസിന്റെ കളക്ഷനെ ഞാൻ bn കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. ഈവൻ പെർമ്യൂട്ടേഷൻസിന്റെ കളക്ഷനെ an കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ നേർപകുതി ആകുമ്പോൾ anൽ n ഫാക്ടോറിയൽ ബൈ 2 എലമെന്റ്സ് ആണ് അല്ലെ. മൊത്തം n ഫാക്ടോറിയൽ എലമെന്റ്സ് ഉണ്ടെങ്കിൽ ഈവൻ പെർമ്യൂട്ടേഷൻസിന്റെ എണ്ണം n ഫാക്ടോറിയൽ ബൈ 2 എലമെന്റ്സ് ആണ്. അപ്പോൾ ഇവിടെ n ഫാക്ടോറിയൽ ബൈ 2 എലമെന്റ്സ് ഉണ്ടെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ എങ്ങനെയായിരിക്കും? അല്ലെങ്കിൽ anലും bnലും ഈക്വൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോരെ? anല് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ anല് n ഫാക്ടോറിയൽ ബൈ 2 എലമെന്റ്സ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. anല് n ഫാക്ടോറിയൽ ബൈ 2 എലമെന്റ്സ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ ഈ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് anഉം നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് bnഉം സെയിം ആണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. കാരണം എന്താ? Snലെ എലമെന്റ്സുകളുടെ എണ്ണം എന്ന് വെച്ചാൽ ആരാണ്? anലെ എലമെന്റ്സുകളുടെ എണ്ണം പ്ലസ് bnലെ എലമെന്റ്സുകളുടെ എണ്ണം അല്ലേ? നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് Sn ഈസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് an പ്ലസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് bn അല്ലേ? ശരിയല്ലേ? അപ്പോ ഇവിടെ രണ്ടിടത്തും ഈക്വൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്താൽ n ഫാക്ടോറിയൽ ബൈ 2 പ്ലസ് n ഫാക്ടോറിയൽ ബൈ 2 ഇസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ആയിക്കോളുമല്ലോ. ശരിയല്ലേ? അപ്പോൾ anല് n ഫാക്ടോറിയൽ ബൈ 2 എലമെന്റ്സ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ലോജിക് എന്താണ്? anലും bnലും സെയിം നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടെന്ന് കാണിച്ചാൽ മതി. ഇനി രണ്ട് സെറ്റുകളിൽ സെയിം നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടെന്ന് കാണിക്കാൻ എന്ത് കാണിച്ചാൽ മതി? രണ്ട് സെറ്റുകളിൽ സെയിം നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടെന്ന് കാണിക്കാൻ എന്ത് കാണിച്ചാൽ മതി? ഒരു സെറ്റിൽ നിന്ന് മറ്റേ സെറ്റിലേക്ക് ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്താൽ മതി. an എന്ന സെറ്റിൽ നിന്ന് bn എന്ന സെറ്റിലേക്ക് ഒരു 1 1 1 2 ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ സാധിച്ചാൽ anലും bnലും സെയിം നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ സാധിക്കും. ശരിയല്ലേ? ഇവിടെ an എന്ന സെറ്റിൽ നിന്ന് bn എന്ന സെറ്റിലേക്ക് ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ സാധിച്ചാൽ anലും bnലും സെയിം നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടെന്ന് കാണിക്കാൻ പറ്റും. അപ്പൊ anലും bnലും സെയിം നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി anൽ നിന്ന് bnലേക്ക് ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. അപ്പൊ ആദ്യം ഞാൻ എടുക്കുന്നു ലെറ്റ് tau is equal to 1 to be a fixed permutation. 1 to be a fixed permutation. Tau is equal to 1 to be a fixed permutation in Sn. ഇതിനു വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? 1 2 എന്നൊരു പെർമ്യൂട്ടേഷൻ Snൽ നിന്ന് എടുക്കുന്നു. അപ്പോൾ 1 2 എന്ന് വെച്ചാൽ ട്രാൻസ്പോസിഷൻ അല്ലേ? ഒരു പെർമ്യൂട്ടേഷൻ ആണ്, അതൊരു 2 സൈക്കിൾ ആണ്, അതായത് ട്രാൻസ്പോസിഷൻ ആണ്. ഇനി ഞാൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. ഡിഫൈൻ f ഫ്രം an to bn by f of sigma. anലെ ഒരു എലമെന്റ് എടുത്തു സിഗ്മ is equal to സിഗ്മ tau എന്നെടുത്തു. എന്താണ് ഇത്? സിഗ്മ ഒരു ഈവൻ പെർമ്യൂട്ടേഷൻ അല്ലേ? എന്ന് വെച്ചാൽ സിഗ്മയിൽ എത്ര ട്രാൻസ്പോസിഷൻസ് ഉണ്ട്? ഈവൻ നമ്പർ ഓഫ് ട്രാൻസ്പോസിഷൻസ് ഉണ്ട്. അപ്പോൾ ഈ സിഗ്മയിൽ ഈവൻ നമ്പർ ഓഫ് ട്രാൻസ്പോസിഷൻസ് ഉണ്ട്. അതിനോടൊപ്പം ഒരു ഒറ്റ ട്രാൻസ്പോസിഷൻ കൂടി വന്നു 1 2. അപ്പൊ അത് ടോ എന്ന പെർമ്യൂട്ടേഷൻ വെച്ചാൽ 2 സൈക്കിൾ ആണ്, ഒരു ട്രാൻസ്പോസിഷൻ ആണ്. അപ്പോൾ സിഗ്മയിൽ ഈവൻ നമ്പർ ഉണ്ട്. ഒരു ഫിക്സഡ് പെർമ്യൂട്ടേഷൻ 1 2 കൂടി വരുമ്പോൾ ഇവിടെ എന്തായി? ഈവൻ പ്ലസ് 1 ഓടായി. അപ്പോൾ സിഗ്മ ടോ ഈ പ്രോഡക്റ്റ് ഓടാവും. അപ്പൊ പ്രോഡക്റ്റ് എവിടെ ഉണ്ടാവും? bnൽ ഉണ്ടാവും അല്ലെ? അപ്പോൾ സിഗ്മ ഇൻ an, സിഗ്മ anൽ എലമെന്റ് ആണ്. ശരി തന്നെ? അതിപ്പോ വിശദമായിട്ട് പറയേണ്ടതുണ്ടോ? അവിടെ വേണമെങ്കിൽ അവിടെ എഴുതിക്കോ. സിഗ്മ എന്താ ഈവൻ ആയതുകൊണ്ട് സിഗ്മേനെ ഈവൻ നമ്പർ ഓഫ് ട്രാൻസ്പോസിഷൻസ് ആയിട്ട് ഡീകമ്പോസ് ചെയ്യാൻ സാധിക്കും. അതിനോടൊപ്പം ഒരു ട്രാൻസ്പോസിഷൻ കൂടി വരുമ്പോൾ അത്
ഈവൻ പ്ലസ് 1 ഓഡായിട്ട് മാറും. അപ്പോൾ സിഗ്മ ടോ എവിടെ ഉണ്ടാവും അല്ലെ? സിഗ്മ ടോ ക്ലിയർലി സിഗ്മ ടോ ഇൻ ബി എന്നിൽ ഉണ്ടാവും. കാരണം എന്താ? സിഗ്മ ബി എൻ എന്ന് വെച്ചാൽ ഓഡ് നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസിന്റെ കളക്ഷൻ അല്ലേ? അല്ലെ? ഈവൻ പ്ലസ് 1 അല്ലേ? ഇവിടെ ഈവൻ പ്ലസ് 1 അല്ലെ? ഇവിടെ ഈവൻ പ്ലസ് 1 ആകുമ്പോൾ ഓഡായിട്ട് മാറും. ഇനി സപ്പോസ് നമുക്ക് എ എന്നിലും ബി എന്നിലും ഈക്വൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ആണെന്ന് പ്രൂവ് ചെയ്യാം. 1 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യുന്ന ലോജിക്ക് എന്താ? ഒരു ഫംഗ്ഷൻ എഫ് എന്ന ഫംഗ്ഷൻ 1 എന്നാണ് പ്രൂവ് ചെയ്യുന്ന ലോജിക്ക് എന്താ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് വൈ എന്ന് അസ്യൂം ചെയ്തിട്ട് എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് പ്രൂവ് ചെയ്യും. അതാണല്ലോ ഒരു ഫംഗ്ഷൻ 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ലോജിക്ക്. സപ്പോസ് എഫ് ഓഫ് സിഗ്മ 1 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് സിഗ്മ 2. What is f of sigma 1? What is f of sigma 1? Sigma 1 ടോ അല്ലേ? What is f of sigma 2? Sigma 2 ടോ അല്ലേ? ശരിയാണോ? ഇത് ഗ്രൂപ്പ് ആണല്ലോ. ഇത് ടോ 1ഉം അല്ല സിഗ്മ 1ഉം സിഗ്മ 2ഉം ടോയും എല്ലാം ഗ്രൂപ്പിലെ എലമെന്റ്സ് അല്ലേ? ഗ്രൂപ്പിലെ എലമെന്റ്സുകളാണെങ്കിൽ റൈറ്റ് ക്യാൻസലേഷനിൽ പോസിബിൾ ആണല്ലോ. അപ്പോൾ സിഗ്മ 1 ഇസ് ഈക്വൽ ടു സിഗ്മ 2 എഴുതാലോ യൂസിങ് റൈറ്റ് ക്യാൻസലേഷനില. using right cancellation law. അല്ലെ? ഇൻ എസ് എൻ ഇവിടെ നമ്മൾ എവിടെയും തുടങ്ങി എഫ് ഓഫ് സിഗ്മ 1 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് സിഗ്മ 2 തുടങ്ങിയിട്ട് സിഗ്മ 1 ഇസ് ഈക്വൽ ടു സിഗ്മ 2 എത്തിച്ചേർന്നല്ലോ. ദസ് എഫ് ഈസ് എ 1 ഫംഗ്ഷൻ. ദസ് എഫ് ഈസ് ആൻ 1 ഫംഗ്ഷൻ. ഇൻജക്റ്റീവ് ഫംഗ്ഷൻ ആയല്ലേ? ഇനി അടുത്ത് സബ്ജക്റ്റീവ് കൂടി കാണിക്കണം. ഈ സബ്ജക്റ്റീവ് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ലോജിക്കാണ് യൂസ് ചെയ്യണേ? ഒരു കാര്യം ചെയ്ത് നിങ്ങൾ എഴുതിക്കോ. അത് ഇതുവരെ എഴുതിയല്ലോ, ഇതുകൂടി നിങ്ങൾ എഴുതിക്കേ. ആദ്യം 1 2 എന്നൊരു ഫിക്സഡ് പെർമ്യൂട്ടേഷൻ എടുക്കുക. എ എന്നിൽ നിന്ന് ബി എന്നിലേക്ക് എഫ് ഓഫ് സിഗ്മ ഇസ് ഈക്വൽ ടു സിഗ്മ ടോ എന്ന് ഡിഫൈൻ ചെയ്യുക. സിഗ്മ എ എന്നിൽ എലമെന്റ് ആണ്. അപ്പോൾ സിഗ്മ എ എന്നിൽ എലമെന്റ് ആണെങ്കിൽ സിഗ്മയെ ഈ ഈവൻ നമ്പർ ഓഫ് ട്രാൻസ്പോസിഷൻസിന്റെ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. അതിനോടൊപ്പം ഒരു ടോ കൂടി വരുമ്പോൾ അത് ഈവൻ പ്ലസ് 1 ഓഡായിട്ട് മാറും. ഇത് കംപ്ലീറ്റ് സിഗ്മ ടോ ഓഡായിട്ട് മാറും. ഓഡ് പെർമ്യൂട്ടേഷൻസിന്റെ കളക്ഷനെ നമ്മൾ ബി എൻ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് സിഗ്മ ടോ ബി എന്നിൽ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇതൊരു ഫംഗ്ഷൻ ആണ്. എ യിൽ നിന്ന് ബി എന്നിലേക്കുള്ള ഒരു വെൽ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആണിത് എഫ്. ഇനി എന്ത് സപ്പോസ് ചെയ്യാം? എഫ് 1 ആണെന്ന് പ്രൂവ് ചെയ്യുകയും 2 ആണെന്ന് പ്രൂവ് ചെയ്യുകയും ചെയ്യുകയാണ് നമ്മുടെ ഉദ്ദേശം. എഫ് 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എഫ് ഓഫ് സിഗ്മ 1 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് സിഗ്മ 2 എന്ന് എടുക്കുക. എഫ് ഓഫ് സിഗ്മ 1 എന്ന് വെച്ചാൽ എഫ് ഓഫ് സിഗ്മ ടോ ആണെങ്കിൽ എഫ് ഓഫ് സിഗ്മ 1 ടോ ആണ്. എഫ് ഓഫ് സിഗ്മ 2 ടോ ആണ്. രണ്ട് സൈഡും ടോയിനെ കട്ട് ചെയ്താൽ സിഗ്മ 1 ഇസ് ഈക്വൽ ടു സിഗ്മ 2 ആവും യൂസിങ് റൈറ്റ് ക്യാൻസലേഷൻ ലാ ഇൻ എസ് എൻ. അപ്പോൾ എഫ് ഈസ് 1 ആയല്ലോ. എഫ് ഈസ് 1 ആയല്ലോ. എഫ് ഒരു 1 to 1 ഫംഗ്ഷൻ ആയല്ലോ അല്ലെ? എഫ് ഈസ് ആൻ 1 to 1 ഫംഗ്ഷൻ. അല്ല ഒന്ന് തന്നെ. 1 എന്ന് പറഞ്ഞാൽ 1 to 1 എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് തന്നെയല്ലേ? എഫ് ഈസ് ആൻ 1 to 1 ഫംഗ്ഷൻ. കഴിഞ്ഞോ എഴുതി? ഈ പേജ് എഴുതി കഴിഞ്ഞോ? ഈ പേജ് എഴുതി കഴിഞ്ഞാടേ? ഓക്കെ. അടുത്ത് ഓണ്ട് പ്രൂവ് ചെയ്യുന്ന ലോജിക്ക് എന്താണ്? ഓണ്ട് പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാ? ഈ ഫംഗ്ഷൻ എഫ് എ എന്നിൽ നിന്ന് ബി എന്നിലേക്ക് എഫ് എന്ന ഫംഗ്ഷൻ ഓണ്ടു എന്ന് പറയാൻ വേണ്ടി എന്ത് ചെയ്യണം? ബി എന്നിലെ എല്ലാ എലമെന്റ്സിനും എ എന്നിന് പ്രീ ഇമേജ് ഉണ്ടെന്ന് കാണിക്കണ്ടേ? ബി എന്നിലെ എല്ലാ എലമെന്റ്സിനും എ എന്നിൽ പ്രീ ഇമേജ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി എന്ത് കാണിക്കണം? ബി എന്നിലെ എല്ലാ എലമെന്റ്സിലും എ എന്നിന് പ്രീ ഇമേജ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ബി എന്നിലെ ഓരോരോ എലമെന്റ്സ് എടുത്ത് എ എന്നിൽ പ്രീ ഇമേജ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ നമുക്ക് നേരമില്ല. നമ്മൾ ബി എന്നിൽ നിന്നൊരു ആർബിട്രറി എലമെന്റ് എടുക്കും. ആ ആർബിട്രറി എലമെന്റിന് എ എന്നിൽ പ്രീ ഇമേജ് ഉണ്ടെന്ന് കാണിച്ചാൽ ബി എന്നിൽ എല്ലാ എലമെന്റ്സിനും എ എന്നിൽ പ്രീ ഇമേജ് ഉണ്ടാവും.
അതുകൊണ്ട് എഫ് എന്ന ഫംഗ്ഷൻ ഓൺ ടു ആണ് എന്ന ലോജിക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോ ഞാൻ ബി എന്നിൽ നിന്ന് ഒരു ആർബിട്രറി എലമെന്റ് എടുക്കുന്നു. ലെറ്റ് റോ എലമെന്റ് ഓഫ് ബി എൻ ആർബിട്രറി. ബി എന്നിലെ ഒരു പ്രത്യേകതകളും ഇല്ലാത്ത ഏതോ ഒരു എലമെന്റ് എടുക്കുന്നു, റോ. ഈ റോയ്ക്ക് പ്രീ ഇമേജ് ഉണ്ടെന്ന് കാണിച്ചാൽ മതിയല്ലോ. റോയ്ക്ക് പ്രീ ഇമേജ് ഉണ്ടെന്ന് കാണിക്കാൻ then റോ ഇൻറ്റു ടോ ഇൻവേഴ്സ്. റോ ഇൻറ്റു ടോ ഇൻവേഴ്സ് എന്ന് വെച്ചാൽ ആരാണ്? റോ ഇൻറ്റു 1 2 ഇൻവേഴ്സ് അല്ലേ? നമ്മൾ 1 2 ടോ ഫിക്സ് ചെയ്തിരിക്കുന്ന 1 2 ആയിട്ടാണല്ലോ. അപ്പോ ആരാ ഈക്വൽ ടു റോ ഇൻറ്റു 1 2 ഇൻവേഴ്സ് 1 2 തന്നെയാണ്. അത് എവിടത്തെ എലമെന്റാ? ഇത് കംപ്ലീറ്റ് ആയിട്ട് എടുക്കുമ്പോൾ എവിടത്തെ എലമെന്റ് ആണ്? ഇതൊരു ട്രാൻസ്പോസിഷൻ. ഇത് റോ ബി എൻ എലമെന്റ് ആണ് അല്ലെ? അപ്പൊ റോയിനെ ഓഡ് നമ്പർ ഓഫ് ട്രാൻസ്പോസിഷൻസിന്റെ പ്രോഡക്റ്റ് ഇട്ട് എഴുതാൻ പറ്റും. അതിനോടൊപ്പം ഒരു ട്രാൻസ്പോസിഷൻ കൂടി വരുമ്പോൾ ഓഡ് പ്ലസ് 1 ഈവൻ ആവും. അപ്പോൾ ഈ സാധനം എവിടത്തെ എലമെന്റ് ആയിരിക്കും? റോ ഇൻറ്റു 1 2 എന്ന എലമെന്റ് എവിടത്തെ എലമെന്റ് ആയിരിക്കും? റോ ഇൻറ്റു 1 2 എന്ന എലമെന്റ് എ എന്നിൽ എലമെന്റ് ആയിരിക്കും. ശരിയല്ലേ? അപ്പൊ എ എന്നിലെ ഈ എലമെന്റിന്റെ ഇമേജ് എന്തായിരിക്കും? ഹെൻസ് എഫ് ഇമേജ് എന്തായിരിക്കും? എഫ് ഓഫ് റോ ഇൻറ്റു 1 2 അല്ലെങ്കിൽ റോ ടോ ഇൻവേഴ്സ് അല്ലേ? അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്, റോ ടോ ഇൻവേഴ്സ്. അപ്പോൾ അങ്ങനെ തന്നെ പറയാം, എഫ് ഓഫ് റോ ടോ ഇൻവേഴ്സ്. ഹെൻസ് എഫ് ഓഫ് റോ ടോ ഇൻവേഴ്സ് ആരാ? റോ ടോ ഇൻവേഴ്സ് ആരാ? ഇവിടെ നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? എന്താണോ ഇൻപുട്ട് വരുന്നത് അതിനോടൊപ്പം ടോ കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ഔട്ട്പുട്ട്. അപ്പോ ഇവിടെ ഇൻപുട്ട് സിഗ്മ ടോ ഇൻവേഴ്സ്, അതിനോടൊപ്പം ആരെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം? ടോയിനെ കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോ സിഗ്മ റോ ടോ ഇൻവേഴ്സ് ഇൻറ്റു ടോ. അതെന്താ വരിക? ടോ ഇൻവേഴ്സ് ഇൻറ്റു ടോ എന്ന് വെച്ചാൽ ഐഡന്റിറ്റി അല്ലേ? അല്ലേ, ഐഡന്റിറ്റി അല്ലേ? അപ്പോ എഫ് ഓഫ് റോ ടോ ഇൻവേഴ്സ് is equal to identity element. റോ ഇൻറ്റു ഐഡന്റിറ്റി എലമെന്റ്, റോ ഇൻറ്റു ഐഡന്റിറ്റി എലമെന്റ് ആരാ? റോ ആണ്. അപ്പോ ഇവിടെ എന്തായി? റോ ആയല്ലോ. റോ എവിടത്തെ എലമെന്റാ? ബി എന്നിൽ ഒരു ആർബിട്രറി എലമെന്റ് അല്ലേ? അപ്പോ റോ ഇമേജ് ആയിട്ട് വരത്തക്ക രീതിയിൽ ഒരു പ്രീ ഇമേജ് എ എന്നിൽ കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റിയല്ലോ. അപ്പൊ എന്തായി? അപ്പൊ ഏതോ ഒരു എലമെന്റ് എടുത്തപ്പോൾ ശരിയായെങ്കിൽ എല്ലാ എലമെന്റ്സിനും ശരിയാവും അല്ലെ? ബി എന്നിലെ ഏതോ ഒരു എലമെന്റ് എടുത്തപ്പോ ആ എലമെന്റിന് ഒരു പ്രീ ഇമേജ് എ എന്നിൽ കണ്ടുപിടിക്കാൻ സാധിച്ചു എങ്കിൽ ബി എന്നിലെ ഏത് എലമെന്റ് എടുത്താലും അതിനൊരു പ്രീ ഇമേജ് എ എന്നിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഫംഗ്ഷൻ എഫ് ഓൺ ടു ആണ്. ഹെൻസ് എഫ് ഈസ് ഓൺ ടു. എഫ് ഓൺ ടു ഫംഗ്ഷൻ ആയല്ലോ. അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കി? That is f from capital A to capital B n, അതായത് ഓഡ് പെർമ്യൂട്ടേഷൻസിന്റെ കളക്ഷനും ഈവൻ പെർമ്യൂട്ടേഷൻസിന്റെ കളക്ഷനും ഇടയിലുള്ള ഫംഗ്ഷൻ ആണ് എഫ്. ഈസ് എ 1-to-1, is a 1-to-1 is a 1-to-1 and on to, so 1-to-1 and on to function. Hence എനിക്ക് എന്ത് പറയാം? ഹെൻസ് ഒരു സെറ്റിൽ നമുക്കറിയാലോ ജി എന്ന ഫംഗ്ഷൻ എ എന്ന സെറ്റിൽ നിന്ന് ബി എന്ന സെറ്റിലേക്ക് 1 ഓൺ ടു ആണെങ്കിൽ നമ്മൾ ഉടനെ പറയും എയിലെ നമ്പർ ഓഫ് എലമെന്റ്സും ബിയിലെ നമ്പർ ഓഫ് എലമെന്റ്സും ഈക്വൽ ആണ്. അപ്പൊ ഇവിടെ എ എന്നിൽ നിന്ന് ബി എന്നിലേക്ക് ആയതുകൊണ്ട് എ എന്നിൽ നമ്പർ ഓഫ് എലമെന്റ്സും ബി എന്നിലെ നമ്പർ ഓഫ് എലമെന്റ്സും സെയിം ആണ്. Number of elements of an and number of elements of bn are same. We have order of Sn is equal to n factorial
order of Sn is equal to n factorial, that is number of elements of an plus number of elements of bn is equal to n factorial. ഇവിടെ രണ്ടിടത്തും സെയിം നമ്പർ ഓഫ് എലമെന്റ്സ് ആയതുകൊണ്ട് നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് an പ്ലസ് bn ന് പകരം നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് an കൊടുക്കാമല്ലോ അല്ലെ. Sn ന്റെ ഓർഡർ എന്ന് വെച്ചാൽ an ന്റെ ഓർഡറിന്റെയും bn ന്റെ ഓർഡറിന്റെയും കൂടി സം ആണ്. കാരണം ഇവിടെ കോമൺ എലമെന്റ്സ് ഉണ്ടാവില്ല ഇനി, കാരണം ഒന്നുകിൽ ഓഡ് ആയിരിക്കും അല്ലെങ്കിൽ ഈവൻ ആയിരിക്കുമല്ലോ ഒരു പെർമുട്ടേഷൻ. അപ്പൊ 2 into Sn an is n factorial, 2 into number of elements of an is n factorial, the number of elements of an is equal to n factorial by 2. ശരിയാണോ? അപ്പോ നോട്ട് ചെയ്തോ, ഈ പേജ് എഴുതിയോ? സിഗ്മ എലമെന്റ് ഓഫ് ബി എൻ ആർബിട്രറി ഓൺ ടു 1 എഴുതിയായിരുന്നു നിങ്ങൾ? 1 എഴുതിയോ? വണ്ണിന്റെ ഡെഫിനിഷൻ എഴുതിയോ? വണ്ണിന്റെ പ്രൂഫ് എഴുതിയല്ലോ അല്ലെ? അടുത്ത് ഓൺ ടുന്റെ പ്രൂഫ് എഴുതുക. അത് കഴിഞ്ഞിട്ട് നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് n factorial by 2. ഈ പേജ് എഴുതാത്തവരുണ്ടോ? ഈ പേജോ? പിന്നെ ഈ പേജും കൂടെ. ഞാൻ പേജ് മാറ്റണോ? ഇത് മതിയോ? കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞോടെ? കഴിഞ്ഞായിരുന്നോ? എഴുതി കഴിഞ്ഞോ? അപ്പൊ അടുത്ത് എക്സാമ്പിൾ ആയിട്ട് എഴുതിക്കേ. വി ഹാവ് S3. S3 അറിയാലോ. S3 ആരൊക്കെയാ? നമ്മള് α1, α2, α3, β1, β2, β3. ഇതാണല്ലോ S1, S3. Also, what is α1? α1 എന്നാണോ പറഞ്ഞത്? അത് E ആണോ പറഞ്ഞത് അവിടെ? E ആണോ α1 ആണോ നമ്മൾ ഡിനോട്ട് ചെയ്തത്? E അല്ലേ?
ഇ ആൽഫ 1 ആൽഫ 2 അങ്ങനെയാണല്ലോ. അപ്പോ ഇ ഇസ് ഈക്വൽ ടു ആരാ 1 2 3 1 2 3. ഇതെന്ന് വെച്ചാല് 1 2 3 ഫിക്സഡ് അല്ലേ. ഇതിനെങ്ങനെ എഴുതാലോ 1 2 1 2 എന്ന് എഴുതുന്ന വിരോധം ഉണ്ടോ? അപ്പൊ ഈ എന്താണ് ഈസ് ആൻ ഈവൻ പെർമ്യൂട്ടേഷൻ അല്ലേ. ഈസ് ആൻ ഈവൻ പെർമ്യൂട്ടേഷൻ. അടുത്ത ആൽഫ 1. ആൽഫ 1 എന്താ 1 2 3 2 3 1 ശരിയല്ലേ. 1 2 3 2 3 1 ആരാ 1 2 3. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം 1 3 ഇൻറ്റു 1 2 എന്ന് എഴുതിക്കൂടെ. അപ്പോൾ ഇവിടെ എത്ര എണ്ണം ഉണ്ട്, എത്ര ട്രാൻസ്പോസിഷൻസ് ഉണ്ട്, 2 ട്രാൻസ്പോസിഷൻസ് ഉണ്ട്. അപ്പോൾ ഇതെന്താ ഈസ് ആൻ ഈവൻ പെർമ്യൂട്ടേഷൻ ശരിയല്ലേ. ഈസ് ആൻ ഈവൻ പെർമ്യൂട്ടേഷൻ. അടുത്ത ആൽഫ 2. വാട്ട് ഈസ് ആൽഫ 2? ആൽഫ 2 എന്താ പറഞ്ഞേ 1 2 3 3 1 2. അതായത് 1 3 2. 1 3 2 എങ്ങനെ എഴുതും 1 2 ഇൻറ്റു 1 3 ശരിയാണോ. 1 2 ഇൻറ്റു 1 3 അതാരാ അവിടെ ഈവൻ നമ്പർ ഓഫ് ട്രാൻസ്പോസിഷനല്ലേ ഉള്ളൂ. ഇതും ഈവൻ പെർമ്യൂട്ടേഷൻ ആണല്ലോ. അടുത്ത ബീറ്റ 1. എന്താണ് ബീറ്റ 1? 1 2 3 1 ഫിക്സഡ് ആണ് അല്ലെ. 2 3 ഇന്റർചേഞ്ച് ചെയ്യും അല്ലെ. ബീറ്റ 1 അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതെങ്ങനെയാ ഇവിടെ 2 3 എന്ന സൈക്കിൾ അല്ലേ, 2 സൈക്കിൾ അല്ലേ, ഒറ്റ സൈക്കിൾ അല്ലേ ഉള്ളൂ. ഒറ്റ സൈക്കിൾ ആകുമ്പോൾ അത് ഓടല്ലേ, ഓട് പെർമ്യൂട്ടേഷൻ. അപ്പോൾ ബീറ്റ 1 ഈസ് ഓട് പെർമ്യൂട്ടേഷൻ. അടുത്ത് ബീറ്റ 2. ബീറ്റ 2 എന്താ പഠിച്ച നമ്മള് ബീറ്റ 2 എന്ന് വെച്ചാൽ ആര് ഫിക്സ് ചെയ്യും 2 ഫിക്സ് ചെയ്യും അല്ലേ. 2 ഫിക്സ് ചെയ്യും 1 3 ഇന്റർചേഞ്ച് ചെയ്യും. അപ്പോ ഈ സൈക്കിൾ 1 3 എന്ന സൈക്കിളാണ്. 1 3 എന്ന സൈക്കിൾ ആരാ 1 3 ഒറ്റ ഒരെണ്ണമല്ലേ ഉള്ളൂ, അത് ഓടാണ്. ഓട് പെർമ്യൂട്ടേഷൻ. അടുത്ത് ബീറ്റ 3. വാട്ട് ഈസ് ബീറ്റ 3? 3 ഫിക്സ് ചെയ്യും അല്ലേ, 2 1 ഇന്റർചേഞ്ച് ചെയ്യും. അപ്പോ 1 2 അല്ലേ. 1 2 ആകുമ്പോൾ ഒറ്റ പെർമ്യൂട്ടേഷനല്ലേ ഉള്ളൂ, ഓഡ് നമ്പർ ഓഫ് ട്രാൻസ്പോസിഷൻസ് അല്ലേ ഉള്ളൂ. അപ്പോൾ അത് ഒരു ഓഡ് പെർമ്യൂട്ടേഷൻ ആണ്. നോക്കിയേ ഇവിടത്തെ ഈവൻ പെർമ്യൂട്ടേഷൻസും ഇവിടത്തെ ഓഡ് പെർമ്യൂട്ടേഷൻസും കണ്ടല്ലോ നിങ്ങള്. ഇവിടത്തെ ഈവൻ പെർമ്യൂട്ടേഷൻസും ഇവിടത്തെ ഓഡ് പെർമ്യൂട്ടേഷനും കണ്ടല്ലോ. നോക്കിയാ ഈ ആൽഫ 1 ഉം ആൽഫ 2 അല്ലേ S3 ഈവൻ പെർമ്യൂട്ടേഷൻസ്. S3 മൊത്തം എത്ര എലമെന്റ്സ് ഉണ്ട് 3 ഫാക്ടോറിയൽ 6 എലമെന്റ്സ് ഉണ്ട്. എത്ര ഈവൻ പെർമ്യൂട്ടേഷൻസ് ഉണ്ടോ നോക്കിയേ 3 എണ്ണം അല്ലേ ഈ ആൽഫ 1 ആൽഫ 2. അങ്ങനെയാണെങ്കിൽ ഹെൻസ് A3 ആരായിരിക്കും? A3 is the collection of all even permutations in A3 is the collection of all even permutations in A3 is the collection of all even permutations in S3 അല്ലേ. That is A3 is equal to E alpha 1 alpha 2. This is A3. ഈവൻ പെർമ്യൂട്ടേഷൻസ് S3 ഈവൻ പെർമ്യൂട്ടേഷൻസിന്റെ കളക്ഷൻ ആണ് ആര് S3 ഈവൻ പെർമ്യൂട്ടേഷൻസിന്റെ കളക്ഷൻ ആണ് ആരാ A3. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇത് A3 ഇനി ഗ്രൂപ്പ് ആണെന്നുള്ളത് നോക്കട്ടെ നമുക്ക്. അപ്പോ A3യുടെ ടേബിൾ എഴുതിയാലോ. ഈ ആൽഫ 1 ആൽഫ 2
ഈ ആൽഫ 1 ആൽഫ 2 നോക്കിയേ, ഇയും ഇയും മൾട്ടിപ്ലൈ ചെയ്താൽ ഇ വരുള്ളൂ. ഇയും ആൽഫ 1 മൾട്ടിപ്ലൈ ആൽഫ 1. നമ്മൾ ഇതിന്റെ വലിയ ടേബിൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. ആ ടേബിളിന്റെ പേജ് ഒന്ന് മറിച്ച് നോക്കി പറഞ്ഞാൽ മതി. ആൽഫ 1 ഇയും എന്താ? ആൽഫ 1 ആൽഫ 1 ആൽഫ 1 എന്താ? ഓർമ്മയുണ്ടോ? ആ ടേബിൾ മറിച്ച് നോക്കിയാൽ മതി. ടേബിൾ നമ്മൾ ഇങ്ങനെ തന്നെ പേര് കൊടുത്ത് എഴുതിയിട്ടുണ്ട്. ആൽഫ 1 ആൽഫ 1 ആൽഫ 2 ആണ്. ആൽഫ 1 ആൽഫ 2 ഇ ആണ്. അതല്ല, ആൽഫ 2 ഇ ആൽഫ 2 ആണ്. ആൽഫ 2 ആൽഫ 1 ഇ ആണ്. ആൽഫ 2 ആൽഫ 2 ആൽഫ 1 ആണ്. ഈ ടേബിൾ വെച്ച് നോക്ക്. ക്ലിയർലി ഇൻ ദിസ് ടേബിൾ A3 is a group അല്ലേ? Clearly in this table A3 is a group. അല്ലേ? വേണമെങ്കിൽ എഴുതാം from table closure property is true. Closure property is true in A3. Number 2, E is the identity element. E element of A3 is the identity element. E element of A3 is the identity element. പിന്നെയോ E in the inverse of E. Inverse of E ആണ്. Inverse of ആൽഫ 1. ആൽഫ 1ന്റെ ഇൻവേഴ്സ് ആൽഫ 2 അല്ലേ? ആൽഫ 1നെ ആൽഫ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴല്ലേ ഐഡന്റിറ്റി കിട്ടിയേ? അടുത്ത ഇൻവേഴ്സ് ഓഫ് ആൽഫ 2 ആൽഫ 1 അല്ലേ? ശരിയാണോ? അപ്പൊ നോക്കിയേ, ഈ ടേബിൾ വരുന്ന ആൾക്കാരെല്ലാം ഇവിടെയുള്ള ആൾക്കാർ തന്നെയാണ്. അതുകൊണ്ട് ക്ലോഷർ പ്രോപ്പർട്ടി ട്രൂ ആയി, അല്ലെങ്കിൽ ബൈനറി ഓപ്പറേഷൻ ട്രൂ ആയി. ഇ എന്ന ഐഡന്റിറ്റി എലമെന്റ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഐഡന്റിറ്റി പ്രോപ്പർട്ടി ട്രൂ ആയി. ഇന്റെ ഇൻവേഴ്സ് ഇ തന്നെയാണ്. ആൽഫ 1ന്റെ ഇൻവേഴ്സ് ആൽഫ 2 ആണ്. ആൽഫ 2ന്റെ ഇൻവേഴ്സ് ആൽഫ 1 ആണ് അല്ലേ? Hence A3 is a group under permutation multiplication. Hence A3 is a subgroup of S3. A3 is a subgroup of S3. That is, A3 is the alternating group on 3 letters. This A3 is an alternating group of 3 letters. And S3 നേരത്തെ പഠിച്ചതാണ് നമ്മൾ. S3 എലമെന്റ്സ് ഒക്കെ നമുക്ക് S3 എലമെന്റ്സ് നല്ല ധാരണ ഉണ്ടാവണം. കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ? S3യിലെ 1, 2, 3 എന്ന സെറ്റിന്റെ പെർമ്യൂട്ടേഷൻസിന്റെ കളക്ഷൻ ആണ് 6 എണ്ണം. 6 എണ്ണമേ 3 ഫാക്ടോറിയൽ. ഓരോന്നൊന്നായിട്ട് ഇവിടെ എഴുതി. ഓരോന്നും ഓടാണോ ഈവൻ ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഐഡന്റിറ്റി ആണെങ്കിൽ ഈവൻ ആണെന്ന് ഉറപ്പായിട്ട് അറിയാം. നിങ്ങൾ ഈ 1, 2, 1, 2 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ ഇത് തന്നെ കിട്ടും. പിന്നെ ഈ സൈക്കിൾ ഒരു 3 സൈക്കിൾ ആണ്. 3 സൈക്കിളിനെ 1, 3 into 1, 2 എന്ന് എഴുതി. അത് ഈവൻ പെർമ്യൂട്ടേഷൻ ആണ്. 2 എണ്ണല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഈവൻ ആയി. 2 എണ്ണം ഈവൻ, 2 എന്ന് വെച്ചാൽ ഈവൻ അല്ലേ? ഇത് 2 അല്ലേ? 2 ട്രാൻസ്പോസിഷൻ. 2 എണ്ണം ആയതുകൊണ്ട് ഇതും ഈവൻ ആണ്. ഇവിടെ ഒരു ട്രാൻസ്പോസിഷനേ ഉള്ളൂ. 1 എന്ന് വെച്ചാൽ ഓടാണ്, അതുകൊണ്ട് ഈ പെർമ്യൂട്ടേഷൻ ഓഡ് പെർമ്യൂട്ടേഷൻ ആണ്. ഇവിടെ ഒരു ട്രാൻസ്പോസിഷനേ ഉള്ളൂ, അതുകൊണ്ട് B2ഉം ഓഡ് പെർമ്യൂട്ടേഷൻ ആണ്. ഇവിടെയും ഒരു ട്രാൻസ്പോസിഷനേ ഉള്ളൂ, അതുകൊണ്ട് B3ഉം ഓഡ് പെർമ്യൂട്ടേഷൻ ആണ്.
കഴിഞ്ഞോ? കഴിഞ്ഞോടെ? അപ്പോ ഇത് A3 collection of all even permutations in S3. A3 എലമെന്റ്സുകൾ E, ആൽഫ 1, ആൽഫ 2. അതിന്റെ ഒരു ടേബിൾ എഴുതി. ഈ ടേബിളിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ A3 എലമെന്റ്സ് തന്നെയാണ്. അതുകൊണ്ട് ക്ലോഷർ പ്രോപ്പർട്ടി ഓക്കെയാണ്. ഐഡന്റിറ്റി എലമെന്റ് ഉണ്ട്, ഇവിടെ ഉണ്ട്. അതുകൊണ്ട് A3 ഐഡന്റിറ്റി എലമെന്റ് ഉള്ളതുകൊണ്ട് ഐഡന്റിറ്റി പ്രോപ്പർട്ടി A3 ഓക്കെയായി. A3 എല്ലാ എലമെന്റ്സിന്റെ ഇൻവേഴ്സ് A3 തന്നെ ഉണ്ട്. അപ്പോൾ A3 is a group. ഈ A3 മാത്രം എടുത്ത അബീലിയൻ ഗ്രൂപ്പ് ആണല്ലേ A3 അബീലിയനല്ലേ? ആൽഫ 1, ആൽഫ 2, ആൽഫ 2, ആൽഫ 1 സെയിം അല്ലേ? A3യുടെ കാര്യത്തിൽ മാത്രം അബീലിയനാണല്ലേ? കഴിഞ്ഞോടെ? എന്ത് കഴിഞ്ഞില്ലെന്നാണോ പറഞ്ഞത്? ആയിക്കോട്ടെ. ഈ സംഭവമൊക്കെ ആൽഫ 2, ബീറ്റ 1, ബീറ്റ 2, ബീറ്റ 3 ഒക്കെ നമ്മൾ നേരത്തെ എഴുതിയാണ്. ഇതിനെ എങ്ങനെ സൈക്കിളായിട്ട് എഴുതാം, ഈ സൈക്കിൾസിനെ എങ്ങനെ ട്രാൻസ്പൊസിഷൻ ആക്കി എഴുതാമെന്നൊക്കെ ഇപ്പോൾ ഇടയ്ക്ക് മനസ്സിലാക്കിയതാണ്. ഇതൊരു പെർമ്യൂട്ടേഷൻ ആണ്. ഇതിനെ ഇങ്ങനെ സൈക്കിളായിട്ട് എഴുതാം, ഈ സൈക്കിളിനെ എങ്ങനെ ട്രാൻസ്പൊസിഷൻസ് ആയിട്ട് എഴുതാം. അപ്പോഴാണ് ഈവൻ ആണോ ഓടാണോ, ട്രാൻസ്പൊസിഷൻസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതിയാലേ ഓടാണോ ഈവൻ ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അത് ശ്രദ്ധിക്കാം. ഇപ്പൊ ഇതിനെ ഇങ്ങനെ മാത്രം, ഇതൊരു 2 സൈക്കിൾ മാത്രമാണ്, ഇതും 2 സൈക്കിൾ മാത്രമാണ്, ഇത് 2 സൈക്കിൾ മാത്രമാണ്. അപ്പൊ ഇവര് മൂന്നൊരു ഓടാണ് അല്ലേ? നിങ്ങൾ നോക്കി നോക്ക്. നമുക്ക് ഓഡ് പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പ് അല്ല എന്ന് പറയാൻ വേണ്ടിട്ട് ബീറ്റ 1, ബീറ്റ 2, ബീറ്റ 3 മാത്രം എടുത്താലും മതി. ഉറപ്പായിട്ട് എന്ത് വരില്ല, ഐഡന്റിറ്റി ഇല്ലല്ലോ. അപ്പൊ പിന്നെ അത് ഗ്രൂപ്പ് അല്ല. ഐഡന്റിറ്റി മാത്രമല്ല, അത് കമ്മ്യൂട്ട് ഇതും ആവില്ല. ബീറ്റ 1 ഇൻറ്റു ബീറ്റ 2 എല്ലാം ആൽഫകളാണ്.
A3 is a അടുത്ത് നമ്മളിവിടെ ചെയ്തത് 1 2 3 എന്ന സെറ്റിന്റെ പെർമ്യൂട്ടേഷൻസിന്റെ കളക്ഷൻ ആണ് S3. S3യിലെ 3 ഫാക്ടോറിയൽ എലമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. S3യിലെ ഈവൻ പെർമ്യൂട്ടേഷൻസ് ആണ്. S3യിലെ ഈവൻ പെർമ്യൂട്ടേഷൻസ് ആണ് ഇയും ആൽഫ 1ഉം ആൽഫ 2ഉം. ഈവൻ പെർമ്യൂട്ടേഷൻസിന്റെ കളക്ഷൻ A3 എന്ന് പറഞ്ഞു. ഇ ആൽഫ 1 ആൽഫ 2 ഇത് ഗ്രൂപ്പ് ആണെന്ന് പറഞ്ഞു. ദിസ് ഗ്രൂപ്പ് ഈസ് കോൾഡ് alternating group of 3 symbols. അല്ലെ, alternating group of degree 3. ശരിയാണല്ലോ. അതായത് 1 2 3 എന്ന സെറ്റിന്റെ പെർമ്യൂട്ടേഷൻസിന്റെ കളക്ഷൻ ആണ് S3. S3യിൽ 3 ഫാക്ടോറിയൽ എലമെന്റ്സ് ഉണ്ടെന്നറിയാം, 6 എലമെന്റ്സ് ഉണ്ടെന്നറിയാം. S3യിലെ 3 ഈവൻ പെർമ്യൂട്ടേഷൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി. കാരണം എല്ലാ പെർമ്യൂട്ടേഷൻസ് ഈ ഓടാണ് ഈവനാണ് നമുക്ക് എഴുതി നോക്കി. അപ്പോൾ ഈവൻ പെർമ്യൂട്ടേഷൻസ് കണ്ടു. എന്നിട്ട് S3യിലെ ഈവൻ പെർമ്യൂട്ടേഷൻസിന്റെ കളക്ഷൻ ഞാൻ എടുത്തു. അതിനെ A3 എന്ന് വിളിച്ചു. ആ A3നെയാണ് ഓൾട്ടർനേറ്റിംഗ് ഗ്രൂപ്പ് ഓഫ് ഡിഗ്രി 3 എന്ന് പറയുന്നത്. അത് സബ് ഗ്രൂപ്പാണ് നമ്മൾ പ്രൂവ് ചെയ്യുകയും ചെയ്തു അല്ലെ. A3 സബ് ഗ്രൂപ്പാണ് നമ്മൾ കാണിക്കുകയും ചെയ്തു. അപ്പോൾ നൗ എക്സാമ്പിൾ, അടുത്ത എക്സാമ്പിൾ നോക്ക. കൺസിഡർ ദ സെറ്റ് set 1 2 3 4. then we have അതിന് A എന്ന് പേര് കൊടുത്താൽ then we have S4 denotes the collection of all permutations അല്ലെ. denotes the collection of all permutations of set A. denotes the collection of all permutations of set A. A എന്ന സെറ്റിന്റെ പെർമ്യൂട്ടേഷൻസിന്റെ കളക്ഷൻ ആണ് S4. we already have S4 is a group അല്ലെ. S4 is a group under permutation multiplication and order of S4 എത്ര 4 factorial അല്ലെ. 24 S4 ൽ 24 elements ഉണ്ട്. then by above theorem A4 ൽ എത്ര elements ഉണ്ടാവും? ഇവിടെ A4 ൽ എത്ര elements ഉണ്ടാവും? S4 ൽ 24 ഉണ്ടെങ്കിൽ പറയടോ. then by above theorem A4 has S4 ൽ 24 4 factorial elements ഇല്ലേ. അപ്പോൾ A4 ൽ എത്ര elements ഉണ്ടാവും? A4 has 4 factorial by 2. A4 has 4 factorial by 2 is equal to 24 by 2, 12 elements. they are
നമുക്ക് S4 ചോദിച്ചില്ലെങ്കിലും ഒരു പക്ഷേ A4നെ പറ്റി വേണമെങ്കിൽ ചോദിച്ചേക്കാം. A4 എലമെന്റ്സ് ഞാൻ എഴുതാൻ പോവാണ്. A4 എന്തെല്ലാം S4 ഈവൻ വരുന്നത് മാത്രം നോക്കി എഴുതിയാൽ മതി അല്ലേ. ആദ്യം ആൽഫ 1 എന്ന് വെച്ചാൽ ഐഡന്റിറ്റി ആണ്. 1 2 3 4 1 2 3 4. അടുത്ത ആൽഫ 2 1 2 3 4. അതായത് ഇത് നോക്കിയേ 1 2 3 4 എന്നുള്ളതാണ്. നിങ്ങൾ ഇത് ഐഡന്റിറ്റി എലമെന്റ് ആണ്. നിങ്ങൾ ഞാനിത് വെറുതെ ഈ കാര്യം എഴുതുന്നത് നിങ്ങൾ പ്രശ്നമാക്കിയില്ലെങ്കിലും ഇതിനെ പ്രശ്നമാക്കും. ഇത് മനസ്സിൽ ഓർത്ത് സൂക്ഷിക്കാൻ എളുപ്പമാണ്. 1 2 3 4 എന്ന സൈക്കിൾ. അടുത്ത് ആൽഫ 3 1 3 2 4 എന്ന സൈക്കിളാണ്. 1 3 2 4 2 4 എന്ന സൈക്കിളാണ്. 1 3 2 4 എന്ന സൈക്കിളാണ് ആര്? ആൽഫ 3. ആൽഫ 4 1 4 2 3 1 4 2 3 1 4 2 3. അപ്പോ രണ്ട് 2 സൈക്കിൾസ് നോക്കി ഇതെല്ലാം ശ്രദ്ധിച്ചാൽ രണ്ടെല്ലാം ഡിസ്റ്റിങ്ക്ട് 2 സൈക്കിൾസ് ആണ്. എന്നാലും ട്രാൻസ്പോസിഷൻ സെയിം ആവണമെന്നില്ലല്ലോ. ഡിസ്റ്റിങ് ഇവിടെ കോമൺ ഇല്ല. അപ്പൊ ഇതെല്ലാം 1 2 3 4 1 3 2 4 1 4 2 3. ഇത് ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണ്. 1 2 3 4 ഇവിടെ ആണെങ്കിൽ 1 3 2 4. അടുത്ത് 1 4 2 3 1 2 1 3 1 4. പിന്നെ ഇവിടെ ഇല്ലാത്ത രണ്ടുപേരും ഇവിടെ എഴുതിയാൽ മതി. 1 2 1 3 1 4. ഇവിടെ ഇല്ലാത്ത രണ്ടുപേരും ഇവിടെ എഴുതിയാൽ മതി. ഇവിടെ ഇല്ലാത്ത രണ്ടുപേരും ഇവിടെ എഴുതിയാൽ മതി. ഇവിടെ ഇല്ലാത്ത രണ്ടുപേരും ഇവിടെ എഴുതിയാൽ മതി. ആൽഫ 4. അടുത്ത് ഇനി 8 എണ്ണം കൂടെ ഉള്ളൂ. ആൽഫ 5 അത് 1 2 3 എന്ന സൈക്കിളാണ്. 1 2 3 1 2 2 3 3 1 1 2 3 എന്ന സൈക്കിൾ 4 ഫിക്സഡ് ആണ്. അത് 1 2 3 എന്ന സൈക്കിളാണ്. 1 2 3 എന്ന സൈക്കിൾ നോക്കിയേ. 1 2 3 എന്ന സൈക്കിൾ എനിക്ക് എങ്ങനെ എഴുതാം? 1 2 അല്ല 1 3 1 2. ശരിയാണോ? ഇവിടെ ഡിസ്റ്റിങ്ക്ട് അല്ലെങ്കിലും രണ്ട് സൈക്കിൾസിന്റെ പ്രോഡക്റ്റ് അല്ലേ, രണ്ട് 2 സൈക്കിൾസിന്റെ പ്രോഡക്റ്റ് അല്ലേ, രണ്ട് ട്രാൻസ്പോസിഷൻസിന്റെ പ്രോഡക്റ്റ് അല്ലേ. അപ്പൊ ഇത് ഈവൻ അല്ലേ? ഇതെല്ലാം ഈവൻ ആണ്. ഇത് ഈവൻ ആണ്. ഇത് രണ്ടെണ്ണേ ഉള്ളു ഈവൻ ആണ്. ഇത് രണ്ടെണ്ണേ ഉള്ളു ഈവൻ ആണ്. ഇത് രണ്ടെണ്ണേ ഉള്ളു ഈവൻ ആണ്. അപ്പൊ നിങ്ങൾ ഇത് ഓർത്ത് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിനെ മാത്രം 1 2 3 എന്ന സൈക്കിൾ ഓർത്ത് വെച്ചാൽ മതി. കാരണം ഇത് രണ്ട് ട്രാൻസ്പോസിഷൻസിന്റെ പ്രോഡക്റ്റ് എഴുതാൻ പറ്റും. അതുകൊണ്ട് ഇത് ഈവൻ ആണ്. ആൽഫ 6 1 2 3 കഴിഞ്ഞാൽ അടുത്ത് 2 4 3. 1 2 3 കഴിഞ്ഞാൽ 2 4 3. 1 2 3 4 2 4 4 3 3 2. ഓക്കെ, ഇതും 2 4 3 എന്ന സൈക്കിളാണ്. 2 4 3 എന്ന സൈക്കിളിന്റെ പ്രത്യേകം നോക്കി. ഇതെന്താ? 2 3 into 2 4 അല്ലേ? രണ്ട് 2 സൈക്കിൾസിന്റെ പ്രോഡക്റ്റ് എഴുതാൻ പറ്റുന്നുണ്ടല്ലോ ഇതിനെ. അപ്പൊ ഇതും ഈവൻ ആണ്. ശരിയാണോ? ഇതെല്ലാം ഇപ്പൊ എഴുതിയതെല്ലാം ഈവൻ ആണ്. നിങ്ങൾ ഇത്ര എഴുതിക്കേ. ഇത്രയും ആൽഫ 1 ആൽഫ 2 ആൽഫ 3 ആൽഫ 4 ആൽഫ 5 ആൽഫ 6. ഇത് ഈവൻ ആണ്. ആൽഫ 2 എന്ന് വെച്ചാൽ 1 2 3 4 എന്ന സൈക്കിൾ. ഇത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. 1 2 ഇത് നമ്മൾ ചുമ്മാ എഴുതിയതേ ഉള്ളൂ. നമുക്ക് ഇത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. 1 2 3 4. Consider the subset A is equal to 1 2 3 4. Then we have S4 denotes the collection of all permutations of set A. We already have S4 is a group, and S4 is number of elements of S4 is 4 factorial. n factorial by 2 elements 12 elements ഉണ്ട്.
S4 4 ഫാക്ടോറിയൽ 24 എലമെന്റ്സ് ഉണ്ട്. A4 അതിന്റെ പകുതി എലമെന്റ്സേ ഉള്ളൂ. ഇനി ഓരോരോ എലമെന്റ്സ് ആയിട്ട് എഴുതുക. A4 has 12 elements. A4 has 12 elements. They are alpha 1 identity, alpha 2 നിങ്ങൾ ഇത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. 1 2 3 4 എന്ന രണ്ട് ട്രാൻസ്പോസിഷൻസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാം. ആൽഫ 3 1 3 2 4 എന്ന രണ്ട് ഡിസ്റ്റോയിന്റ് ട്രാൻസ്പോസിഷൻ. ഇത് മൂന്ന് ഡിസ്റ്റോയിന്റ് ട്രാൻസ്പോസിഷൻസ് ആണ്. അത് എഴുതാൻ എളുപ്പമാണ്. 1 2 ഇവിടെ 1 2 1 3 1 4. ബാക്കി ഇതില്ലാത്തവിടെ രണ്ട് എഴുതിയാണ്. ആൽഫ 1 ആൽഫ 2 ആൽഫ 3. അപ്പോൾ അടുത്ത ആൽഫ 5 1 2 3 എന്ന സൈക്കിൾ, അടുത്ത് 2 4 3 എന്ന സൈക്കിൾ. ആൽഫ 6 വരെ എഴുതാം. ഞാൻ സ്പീഡിൽ ജസ്റ്റ് ഒന്ന് ഗ്യാപ്പ് ഇട്ടങ്ങ് പോയാൽ മതി. ബാക്കി പിന്നെ ആഴ്ച വരുമ്പോൾ എഴുതിയെടുക്കാൻ പറ്റും. ഒന്നും വേണ്ട, കറക്റ്റ് എഴുതാൻ പറ്റുന്നില്ല. ആൽഫ 2 ആൽഫ 3 ആൽഫ 4 ആൽഫ 5 ആൽഫ 6. ഇനിയും 4 ഇനി 6 കൂടി ഉണ്ടല്ലേ. ഇപ്പൊ 6 ആയിട്ടുള്ളൂ. ഇവിടെ 6 ആയിട്ടുള്ളൂ അല്ലേ. അടുത്ത 6 ഇവിടെ തന്നെ ഞാൻ പറയാം. നോക്കി, അടുത്ത ആൽഫ 7. ആൽഫ 7 എന്ന് പറയുമ്പോൾ നമ്മൾ 1 2 3 2 4 3 എഴുതി. അങ്ങനെ കുറച്ചുകൂടി ഭംഗിയായിട്ടൊക്കെ വേണമെങ്കിൽ എഴുതാം. നിങ്ങൾ ആൽഫ 6 പകരം ഒരു അടുക്കും ചുറ്റിലും പോകും. നോക്കി, 1 2 3 നേരത്തെ എഴുതി സൈക്കിള്. 1 2 3 പകരം അടുത്ത് 1 2 3 കഴിഞ്ഞാൽ 1 2 4. അതൊരു 3 സൈക്കിളാണ്. ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1 4 into 1 2. ഇതും എന്താ ഈവൻ അല്ലേ. അപ്പോൾ 1 2 4 എന്ന സൈക്കിള്. അടുത്ത ആൽഫ 7 1 2 3 ആയി, 1 2 4 ആയി. അപ്പോൾ 1 2 തുടങ്ങുന്ന എല്ലാം ആയി. അടുത്ത് 1 3 നോക്കാം. ആൽഫ 7 1 3 അല്ല 1 3 2. അടുത്ത ആൽഫ 8 1 3 2. അടുത്ത ആൽഫ 8. ആൽഫ 8 ആകുമ്പോൾ 1 ആൽഫ 8ന് 1 3 2. അടുത്ത് 1 3 4. ആൽഫ 8 ആയി. 1 2 തുടങ്ങുന്ന രണ്ടെണ്ണമായി, 1 3 തുടങ്ങുന്ന രണ്ടെണ്ണമായി. അടുത്ത ആൽഫ 9. ആൽഫ 9 ഇസ് ഈക്വൽ ടു 1 4 1 4 2. ആൽഫ 10
is equal to 1 4 3 1 4 2 1 4 3 ഇപ്പൊ തന്നെ 10 ആയല്ലോ ഇനി 2 കൂടി ഉള്ളൂ അടുത്ത ആൽഫ 11 2 ൽ തുടങ്ങാം ആൽഫ 11 ഈസ് 2 ൽ തുടങ്ങിയാൽ ആൽഫ 11 ഈസ് 2 3 4 അടുത്ത ആൽഫ 12 ഈസ് 2 1 3 അല്ലേ 2 3 4 2 4 3 അല്ലേ 1 2 ൽ തുടങ്ങുന്ന വേറെ ആരുമില്ലല്ലോ അപ്പൊ ഇത്രയും എലമെന്റ്സ് ഉണ്ട്